പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഒരു പരിപാടിക്കിടെ ഇറാൻ വിഷയത്തിൽ നടത്തിയ പ്രസ്താവനകൾ വലിയ വിവാദമായിരിക്കുകയാണ്. നമ്മളെ കൊന്നൊടുക്കാൻ ഇറാന് വെറും 2 ആഴ്ചത്തെ സമയം കൂടി മതിയായിരുന്നു എന്ന് ട്രംപ് കുട്ടികളോട് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. വൈറ്റ് ഹൗസിൽ നടന്ന പ്രസിഡൻഷ്യൽ ഫിസിക്കൽ ഫിറ്റ്നസ് അവാർഡ് ചടങ്ങിലായിരുന്നു ട്രംപിന്റെ ഈ വിവാദ പരാമർശങ്ങൾ. കായിക താരങ്ങളായ കൊച്ചുകുട്ടികളോട് ട്രംപ് സംസാരിച്ചു തുടങ്ങിയത് പഠനത്തെക്കുറിച്ചോ സ്പോർട്സിനെ കുറിച്ചോ ആയിരുന്നില്ല, മറിച്ച് ഇറാൻ യുദ്ധത്തെക്കുറിച്ചായിരുന്നു. യുദ്ധത്തിന്റെ ഭീകരതയെക്കുറിച്ചും ആണവായുധ ഭീഷണിയെക്കുറിച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളാണ് അദ്ദേഹം കുട്ടികളുമായി പങ്കുവച്ചത്. ഇറാൻ വെറും 2 ആഴ്ചക്കുള്ളിൽ ആണവായുധം നിർമ്മിക്കുമായിരുന്നു എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. അവർക്ക് ആണവായുധം ലഭിച്ചിരുന്നെങ്കിൽ നമ്മൾ ആരും ഇന്ന് ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഇസ്രായേലും മിഡിൽ ഈസ്റ്റും എന്നേക്കുമായി ഇല്ലാതാകുമായിരുന്നു. നിങ്ങൾ വളരെ ചെറുപ്പമായിരിക്കാം, എങ്കിലും ഒരു കൂട്ടം ഭ്രാന്തന്മാർ ആണവായുധം കൈവശം വെക്കുന്നതിനോ ലോകം അപകടത്തിലാകുന്നതിനോ നിങ്ങൾ അനുവദിക്കരുത് എന്നാണ് ട്രംപ് കുട്ടികളോടായി പറഞ്ഞത്. വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് സംസാരിക്കുന്ന ഇതിന്റെ ദൃശ്യങ്ങൾ എക്സിൽ പ്രചരിക്കുന്നുണ്ട്. ഇറാനിലെ പ്രതിഷേധക്കാർക്ക് നേരെ സ്നൈപ്പർമാർ വെടിയുതിർക്കുന്നതിനെക്കുറിച്ച് വളരെ നാടകീയമായാണ് ട്രംപ് വിവരിച്ചത്. പ്രതിഷേധക്കാരുടെ കണ്ണുകൾക്കിടയിലൂടെ വെടിയുണ്ടകൾ തുളച്ചു കയറിയതിനെക്കുറിച്ചും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതിനെക്കുറിച്ചും അദ്ദേഹം വാചാലനായി. താൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇറാന്റെ സൈന്യം 2 ആഴ്ചക്കുള്ളിൽ ആണവായുധം നിർമ്മിക്കുമായിരുന്നുവെന്നും എന്നാൽ താൻ ആ സൈന്യത്തെ തുടച്ചു നീക്കിയെന്നും ട്രംപ് അവകാശപ്പെട്ടു. 22-23 കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ട മഹ്സ അമിനിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളെക്കുറിച്ചും ട്രംപ് പരാമർശിച്ചു. എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന സംഭവം എന്ന രീതിയിലാണ് അദ്ദേഹം ഇത് വിശദീകരിച്ചത്. ഹോർമൂസിലെ സംഘർഷങ്ങളും കപ്പലുകൾ തടഞ്ഞതുമെല്ലാം കുട്ടികൾക്ക് മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചു. അവരുടെ ആണവായുധം പിടിച്ചെടുക്കാൻ നമുക്ക് ഇറാനിലേക്ക് ഒരു യാത്ര പോകേണ്ടി വരുമെന്ന് ട്രംപ് പറയുന്നുണ്ട്. ലിൻഡ മക്മഹൻ, പീറ്റ് ഹെക്സത്ത്, റോബർട്ട് എഫ് കെന്നഡി ജൂനിയർ തുടങ്ങിയ ക്യാബിനറ്റ് അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. പ്രസിഡന്റ് രാഷ്ട്രീയം സംസാരിക്കാൻ തുടങ്ങിയതോടെ സദസ്സിലുണ്ടായിരുന്ന കുട്ടികൾ പലരും അസ്വസ്ഥരാകുകയും മുഷിയുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. കുട്ടികൾ കോട്ടുവായിടുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വൈറ്റ് ഹൗസിലെ ഇത്തരം പരിപാടികളിൽ ട്രംപ് രാഷ്ട്രീയം സംസാരിക്കുന്നത് പതിവാണെങ്കിലും കൊച്ചുകുട്ടികൾക്ക് മുന്നിൽ രക്തരൂക്ഷിതമായ വിവരണങ്ങൾ നടത്തിയത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇത് കുട്ടികളിൽ മാനസിക ആഘാതമുണ്ടാക്കുമെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിനും ഡേ കെയർ സൗകര്യങ്ങൾക്കും പണം നൽകുന്നതിന് പകരം ഇറാനിൽ ബോംബിടാനാണ് ട്രംപിന് താൽപ്പര്യമെന്ന് പ്രതിപക്ഷ നേതാക്കളും കുറ്റപ്പെടുത്തി.